ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അരി ഉണ്ട. നമ്മുടെ നാടൻ പലഹാരമാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരി ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിയാണ്. ഞാനിവിടെ പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. പൊന്നിയരിയിൽ ചെയ്യാം, മട്ടയരിയിലും ചെയ്യാം. അമ്മ എപ്പോഴും പൊന്നിയരിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പൊന്നിയരിയാണ് എടുത്തത്. 1 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരി ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇൻഡക്ഷനിലായതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ എടുത്തത്. ഗ്യാസിലാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് കുറച്ചുകൂടെ വറുക്കാൻ സൗകര്യം. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം, അതുവരെ മിക്സ് ചെയ്യണം. അതായത് അരി നമ്മൾ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ടിരിക്കണം. ഒന്ന് നമ്മുടെ പൊരിയോ മലരക്കില്ലേ അതുപോലെ ആവും, കുറച്ചുകൂടെ വൈറ്റ് കളറിലാവും. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കാൻ നോക്കുക, കാരണം എന്നാലേ എല്ലാ അരിയും അതേപോലെ മൊരിഞ്ഞ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് എല്ലാ അരിയും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കുക. ഇടയ്ക്കൊക്കെ കൈന് റെസ്റ്റ് കൊടുക്കാം, കുഴപ്പമില്ല. എന്നാലും അടി പിടിക്കാതിരിക്കാൻ നോക്കണം. ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ നോക്കുക. അപ്പം ഇതേപോലെ ഒരു 5 മിനിറ്റ് ഇളക്കണം. 5 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായി മൊരിഞ്ഞ് വരും, നല്ല ക്രിസ്പായിട്ട് വരും. ഒന്ന് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പായിരിക്കും, പെട്ടെന്ന് നമുക്ക് കടിക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല ക്രിസ്പായിട്ട് അതിൻ്റെ കളറും ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ അരിയും അതേപോലെ ആയിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. അതിനാണ് കണ്ടിന്യൂസ് ഇളക്കാൻ പറയണത്, എന്നാലേ ആ ചൂട് തട്ടിയിട്ട് എല്ലാം അതേപോലെ ഒന്ന് മൊരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഇതേമാതിരി ഇപ്പോൾ 1 കപ്പ് അരിക്ക് നമ്മൾ 1/4 കപ്പ് ചെറുപയർ കൂടെ എടുത്ത് വെച്ചോളൂ. അപ്പം ഈ ചെറുപയർ കൂടെ നമുക്ക് ഇതേമാതിരി ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ ഇൻഡക്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതേമാതിരി ചെറുപയർ കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത്രയും സമയം വേണ്ടി വരില്ല. ചെറുപയർ ചൂടാക്കാൻ ഒരു 2-3 മിനിറ്റേ വേണ്ടി വരുള്ളൂ, കാരണം ഓൾറെഡി പാൻ ചൂടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷം നമുക്ക് ചെറുപയർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് നമുക്ക് വേണ്ടി ഒന്ന് നല്ലൊരു മണം വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറാവും കേട്ടോ, അല്ലാതെ കളറൊന്നും വലുതായിട്ടൊന്നും കളർ മാറാൻ നിൽക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതും ഞാൻ ഒന്ന് ചൂടാറണം. ചൂടാറിയ ശേഷം വേണം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഇതും കണ്ടിന്യൂസ് ആയി ഒന്ന് ഇളക്കി കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സൈഡ് മാത്രമാവും, മറ്റേ സൈഡ് ആവില്ല, പച്ചയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുപയറും അതേമാതിരി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അരിയുടെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതൊന്നായിരുന്നു ചൂടാറട്ടെ. ഇപ്പോൾ നല്ല ചൂടാണ്, ഇപ്പോൾ തൊടാൻ പറ്റില്ല. ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോഴും ശ്രദ്ധിക്കണം, നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കണ്ട, ചെറിയ തരി ഇരുന്നോട്ടെ, അതാണ് ടേസ്റ്റ് കൂടുതൽ അരി ഉണ്ടയ്ക്ക്. അപ്പോൾ അതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒരു 25 മിനിറ്റ് ചൂടാറാൻ എടുക്കുമായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ഫാനിൻ്റെ താഴെ വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞില്ലേ, നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കണമെന്നില്ല, കുറച്ച് തരിതരിയായിട്ട് പൊടിച്ചാലും മതി. നമ്മുടെ റവയൊക്കെ മാതിരി അല്ലെങ്കിൽ പുട്ടിന് പൊടിക്കുന്ന മാതിരി ഒന്ന് പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. ഇപ്പം എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല ഫൈൻ പൗഡറല്ല, ചെറിയ തരിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. വീട്ടിൽ 2 ടൈപ്പിൽ ചെയ്യും. ഒന്ന് അരിയുണ്ട, ഇതേ മിക്സ്ചർ വെച്ചിട്ട്, ഒന്ന് അരിയുണ്ട അല്ലാതെ പുരുവളങ്കായ വണ്ട്, പാലക്കാട് മാത്രം കിട്ടുന്നൊരു ഡിഷാണത്, ഒരു സ്വീറ്റാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടി ഇരിക്കും. അരിയുണ്ട 2-3 ദിവസമല്ലേ ഇരിക്കുള്ളൂ. മറ്റേത് കുറേ ദിവസം ഇരിക്കും, 2-3 മാസമായിരിക്കും. അതിൻ്റെ പ്രോസസ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പാലക്കാട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വീട്ടിലമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് അത്, പുരുവളങ്കായ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം പിന്നീട് എപ്പോഴെങ്കിലും. അപ്പോൾ നമ്മൾ പൊടിച്ചതിൽ നിന്ന് ഒരു 1/4 കപ്പ് ഞാൻ മാറ്റി വെച്ചു.
അത് നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളത് മിക്സിയിൽ നമ്മൾ പൊടിച്ചുകൊണ്ട് ഒന്ന് ചൂടായിട്ടുണ്ട്, ഒന്ന് ചൂടാറട്ടെ. പിന്നെ നമുക്ക് ഈ മിക്സി ജാർ വേണം നമുക്കൊന്ന് ശർക്കരയെന്ന് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചീവിട്ടെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും അരിയും ചെറുപയറും പൊടിച്ചത് ഒരു പേപ്പറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാറട്ടെ, നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട്. മിക്സിയിലിട്ട് പൊടിച്ചതല്ലേ, ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ ഏകദേശം 1 കപ്പോളം തന്നെ ശർക്കര എടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫ്രഷായി തേങ്ങ ചിരകി വെച്ചോളൂ, അതും വേണം. ഒരു 2 പിടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പോളം വരും അളവെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഉണ്ട ശർക്കരയാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെല്ലാം വെല്ലം പറയും. ഉണ്ടയാണ്, അച്ചല്ല. അപ്പോൾ ഉണ്ടയായതുകൊണ്ട് ഒന്ന് ഒരു കത്തിയുടെ ബാക്ക് വശം കൊണ്ടോ അല്ലെങ്കിൽ ഇടികളിൻ്റെ ബാക്ക് വശം കൊണ്ടോ ഒന്ന് ഇടിച്ചെടുത്താലേ ചെറിയ പീസസ് ആയിട്ട് വരുള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് പൊടിഞ്ഞ് വരും, പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പൾസിൽ മാത്രം ഇട്ടാൽ മതിയേ, അല്ലാതെ സ്പീഡിലാക്കി ഇട്ട് കഴിഞ്ഞാൽ ശർക്കര ഉരുകും, പിന്നെ ഭയങ്കര വെള്ളമായി പോവും. അത് വേണ്ട. ഞാനൊരു 2 പിടി തേങ്ങ കൂടി ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പ് വരും നമ്മൾ കപ്പിൽ അളവെടുക്കുകയാണെങ്കിൽ. എന്നിട്ട് വീണ്ടും നമുക്ക് മിക്സി ഒന്ന് അടച്ചിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. 1-2 പ്രാവശ്യം ഒന്ന് പൾസിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതിലൊക്കെ ചിലവർ ഏലക്ക ആഡ് ചെയ്യാറുണ്ട്, ചുക്ക് ആഡ് ചെയ്യാറുണ്ട്, ജീരകം ആഡ് ചെയ്യാറുണ്ട്. എനിക്ക് ഫ്ലേവേഴ്സ് ഒന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യാറില്ല. അപ്പം നിങ്ങൾക്ക് വല്ലതും ഫ്ലേവേഴ്സ് വല്ലതും ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്കയോ ചുക്കിൻ്റെ പൊടിയോ വല്ലതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒന്ന് പൾസിലിട്ടിട്ട് എടുക്കാൻ പോവാണ്. ഞാൻ ഈസി വേ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ടിട്ട് ചെയ്യുന്നത്. നല്ല ക്ഷമയുണ്ടെങ്കിൽ ശർക്കര ചീവി എടുക്കാം. എന്നിട്ട് തേങ്ങയോടൊപ്പം നന്നായി ഒന്ന് തിരുമ്പി, കൈ കൊണ്ട് നന്നായി തിരുമ്പി എടുത്താൽ മതി. പണ്ടത്തെ ആൾക്കാർ ഉരലിലിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കും. അതിനാണ് ആക്ച്വലി ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തു എന്നേ ഉള്ളൂ. കണ്ടില്ലേ? എന്നിട്ട് മിക്സി പൾസിലിട്ടിട്ട് പോലും ചെറുതായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് ആ ചൂട് കാരണം. ഞാനൊരു പ്ലേറ്റിലോട്ട് അരിപ്പൊടിയും പയറിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യും. അതായത് വെള്ളവും തേങ്ങയും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കണ പോലെ ആക്കണം. ഒരുപാട് അരിപ്പൊടി പോരാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു 1/4 കപ്പ് മാറ്റി വെച്ചില്ലേ, എന്നാൽ ഒരു 2-3 സ്പൂൺ തിരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞത് കുറച്ച്. ഞാൻ കുറച്ച് മിക്സിയുടെ ജാറിൽ കുറച്ച് ബാക്കിയുണ്ട്, 1 ടേബിൾ സ്പൂണോളം ബാക്കിയുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നാളെ മറ്റന്നാളെ അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ എടുക്കാം. കണ്ടോ? ബോൾസ് ആക്കുമ്പോൾ അത് ഷേപ്പ് നന്നായി ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഇനിയും അതിലേക്ക് ഞാൻ ചുറ്റുമുള്ള പൊടിയൊക്കെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമാതിരി എല്ലാം കുഴച്ചെടുത്തു. ഇനി നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ 1 ടേബിൾ സ്പൂണോളം ബാക്കിയുണ്ട്. അതൊന്ന് ഞാൻ മിക്സിയിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെക്കാൻ പോവാണ്. ഇനി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓരോന്നൊക്കെ ചെറിയ ബോൾസോ വലിയ ബോൾസാണോ ഏതാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഇങ്ങനെ ഷേപ്പ് ഹോൾഡ് ചെയ്യണം, വിട്ടു പോകരുത്. അരിപ്പൊടി കൂടിക്കഴിഞ്ഞാൽ ഇതേമാതിരി നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ബോൾസ് ആക്കി എടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ച അരിപ്പൊടിയിലേക്ക് കോട്ട് ചെയ്തെടുക്കുക. ഇതാണ് അരിയുണ്ട. ഇതേമാതിരി ബാക്കിയുള്ളതും ചെയ്യുക. ഏകദേശം ഒരു 18-20 എണ്ണം വന്നിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ശർക്കര വേണമെങ്കിൽ ചീവിയിട്ട് കൈ കൊണ്ട് നന്നായി തിരുമിയിട്ടും ഉണ്ടാക്കാം. എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് തന്നെ കഴിയും കേട്ടോ, പെട്ടെന്ന് തീരും. കാരണം എനിക്കും ഇഷ്ടമാണ്, ഹസ്ബൻഡിനും ഇഷ്ടമാണ്. ഞാനും കഴിക്കും, ഹരിയും കഴിക്കും. അപ്പം ഇത് പെട്ടെന്ന് തീരും. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, നാടൻ റെസിപ്പിയാണ്, സ്നാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ നോക്കുക. ഞാൻ പൊരുവളങ്കായ പിന്നീട് ഒരു ദിവസം എപ്പോഴെങ്കിലും ഇടാം. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.